നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. പുതിയൊരു ഡയറി, വില കൂടിയൊരു പേന. അതിൻ്റെ ആദ്യത്തെ പേജിൽ വളരെ മനോഹരമായി എഴുതിയ ചില ലക്ഷ്യങ്ങൾ. സ്റ്റാർട്ട് ഗോയിങ് ടു ദി ജിം, റീഡ് 1 ബുക്ക് എവറി വീക്ക്, വേക്കപ്പ് അറ്റ് 5 AM. ഈ ഒരു ചിത്രം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമല്ലേ? ആദ്യത്തെ കുറച്ച് ദിവസത്തെ ആവേശം, ആ ഒരു മോട്ടിവേഷൻ ഹൈ. നമുക്ക് തോന്നും ഇത്തവണ എല്ലാം ശരിയാകും, ഐ വിൽ അച്ചീവ് മൈ ഗോൾസ്, നോ മാറ്റർ വാട്ട്. പക്ഷേ ഒരാഴ്ച കഴിയുന്നു, 2 ആഴ്ച കഴിയുന്നു, പതിയെ പതിയെ ആ ആവേശം കെട്ടടങ്ങുന്നു. ജിമ്മിൽ പോകാൻ മടിയാകുന്നു, പുസ്തകം കയ്യിലെടുക്കാൻ തോന്നുന്നില്ല, അലാറം ഓഫ് ചെയ്ത് നമ്മൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അവസാനം ആ ഡയറി എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വലിയ ആവേശത്തോടെ തുടങ്ങുന്ന പല കാര്യങ്ങളും നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം നമ്മൾ തിരയുന്നത് തെറ്റായ സ്ഥലത്താണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മോട്ടിവേഷൻ കുറവാണെന്നാണ്, അല്ലെങ്കിൽ കഴിവ് പോരാ എന്നാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം നമ്മൾ തീവ്രതയെയും സ്ഥിരതയെയും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നു എന്നതാണ്. വി കൺഫ്യൂസ് ഇൻറ്റൻസിറ്റി വിത്ത് കൺസിസ്റ്റൻസി. ഒരു ദിവസം 12 മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അടുത്ത ഒരാഴ്ചയോളം ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല വിജയം. മറിച്ച് എല്ലാ ദിവസവും കൃത്യമായി 1 മണിക്കൂർ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ് യഥാർത്ഥ വിജയം. ഒരു തുള്ളി വെള്ളത്തിന് ഒരു വലിയ പാറയെ പൊട്ടിക്കാൻ കഴിയുമോ? ഒറ്റയടിക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷെ ഒരേ സ്ഥലത്ത് ഒരേ താളത്തിൽ വർഷങ്ങളോളം ആ വെള്ളത്തുള്ളി വീണുകൊണ്ടിരുന്നാലോ? കാലക്രമേണ ആ കരിമ്പാറയിൽ ഒരു പാട് വീഴും, പിന്നീടതൊരു ദ്വാരമാകും. ഒരു നാൾ ആ പാറ പിളർന്നുപോയെന്നും വരാം. അതാണ് കൺസിസ്റ്റൻസിയുടെ ശക്തി. ദ പവർ ഓഫ് സ്മോൾ സ്റ്റെപ്സ് റിപ്പീറ്റഡ് ഡെയിലി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ശക്തിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കഴിവിനേക്കാൾ, ഭാഗ്യത്തേക്കാൾ, എന്തിന് മോട്ടിവേഷനേക്കാൾ ഉപരി കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത എപ്പോഴും വിജയിക്കുന്നത് എന്ന്. ഇത് വെറും മോട്ടിവേഷണൽ വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തിരിച്ചറിവാണ്. അതിനായി ഞാൻ നിങ്ങളെ 2 പേരെ പരിചയപ്പെടുത്താം. ആനന്ദ്, പിന്നെ അവന്റെ സുഹൃത്ത് അർജുൻ. ആനന്ദ് ഒരു ബ്രില്യൻ്റ് ആർട്ടിസ്റ്റായിരുന്നു. അവന്റെ വരകൾക്ക് ജീവനുണ്ടെന്ന് എല്ലാവരും പറയും. ഒരു ക്യാൻവാസ് കിട്ടിയാൽ അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവന് കഴിവുണ്ടായിരുന്നു. അവന്റെ സ്വപ്നം ലോകമറിയുന്ന ഒരു ചിത്രകാരനാവുക എന്നതായിരുന്നു. മറുവശത്ത് അർജുൻ, അവനത്ര ഗിഫ്റ്റഡായ ഒരു ആർട്ടിസ്റ്റ് ഒന്നുമായിരുന്നില്ല. അവന്റെ വരകൾക്ക് ആനന്ദിന്റെ അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അർജുൻ ഒരു ശീലമുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും ദിവസവും ചുരുങ്ങിയത് 1 മണിക്കൂർ അവൻ ചിത്രം വരയ്ക്കാനായി മാറ്റിവെക്കും. ചിലപ്പോൾ അതൊരു ചെറിയ സ്കെച്ച് മാത്രമായിരിക്കും, മറ്റു ചിലപ്പോൾ ഒരു വലിയ ചിത്രത്തിന്റെ തുടക്കമായിരിക്കും. ബട്ട് ഹീ ഷോഡ് അപ്പ് എവറി സിംഗിൾ ഡേ. ആനന്ദ് അങ്ങനെയായിരുന്നില്ല. അവൻ വരയ്ക്കാൻ വേണ്ടി ഇൻസ്പിറേഷൻ വരാനായി കാത്തിരിക്കും. ഒരു മൂഡ് വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ദിവസങ്ങളോളം ക്യാൻവാസിൽ തൊടുക പോലുമില്ല. പക്ഷേ ഇൻസ്പിറേഷൻ വരുന്ന ദിവസമോ അവൻ ചിലപ്പോൾ രാത്രിയും പകലും ഇരുന്ന് വരയ്ക്കും, ഗംഭീരമായ ചിത്രങ്ങൾ പൂർത്തിയാക്കും. എന്നിട്ട് വീണ്ടും ഒരു നീണ്ട ഇടവേളയെടുക്കും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആനന്ദായിരുന്നു താരം. അവന്റെ കഴിവുകളെ എല്ലാവരും പുകഴ്ത്തി. അർജുന്റെ ചെറിയ സ്ഥിരമായ ശ്രമങ്ങളെ ആരുമത്ര കാര്യമായി എടുത്തില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് അർജുൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സ്വന്തമായ ആർട്ട് ഗാലറികളുണ്ട്. അവന്റെ ചിത്രങ്ങൾക്ക് ലക്ഷങ്ങളാണ് വില. ആനന്ദോ, അവനിന്നും ആ പെർഫെക്റ്റ് ഇൻസ്പിറേഷനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. എന്താണിവിടെ സംഭവിച്ചത്? അപാരമായ കഴിവുണ്ടായിരുന്ന ആനന്ദ് എന്തുകൊണ്ട് പിന്നോട്ടുപോയി? അത്രയൊന്നും കഴിവില്ലാതിരുന്ന അർജുൻ എങ്ങനെയാണ് വിജയത്തിന്റെ കൊടുമുടി കയറിയത്? ദ ആൻസർ ഈസ് സിമ്പിൾ: ദ പവർ ഓഫ് കൺസിസ്റ്റൻസി. സ്ഥിരത ഒരു ശീലം വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതമാണ്. ഒരു കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേസ് അഥവാ ന്യൂറൽ പാതകൾ രൂപപ്പെടും. നിങ്ങളൊരു പുൽമേട്ടിലൂടെ ആദ്യമായി നടക്കുമ്പോൾ അവിടെ ഒരു വഴിയുണ്ടാകില്ല. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ ഒരേ വഴിയിലൂടെ നടന്നാലോ? പതിയെ പതിയെ അവിടെ പുല്ലുമാഞ്ഞ് മണ്ണ് തെളിഞ്ഞ് വ്യക്തമായൊരു പാത രൂപപ്പെടും. പിന്നീട് ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാകില്ല. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി മാറും. ഇതാണ് ശീലങ്ങൾ രൂപപ്പെടുന്നതിന് പിന്നിലെ ശാസ്ത്രം. അർജുൻ എല്ലാ ദിവസവും വരച്ചപ്പോൾ അവന്റെ തലച്ചോറിൽ വരയ്ക്കാനുള്ള ഒരു പാത്വേ നിർമ്മിക്കുകയായിരുന്നു. അതവന്റെ ശീലമായി, അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് മോട്ടിവേഷൻ ഇല്ലെങ്കിലും മൂഡില്ലെങ്കിലും അവൻ ആ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ആനന്ദ് കാത്തിരുന്നത് വലിയൊരു ഹൈവേ തനിയെ തുറന്നു കിട്ടാനാണ്. പക്ഷെ അവൻ അതിനായി ഒരു ചെറിയ നടപ്പാത പോലും നിർമ്മിക്കാൻ തയ്യാറായില്ല. നമ്മളിൽ പലരും ആനന്ദിനെ പോലെയാണ്. വലിയൊരു കുതിച്ചുചാട്ടം സ്വപ്നം കണ്ട് ചെറിയ ചുവടുകൾ വയ്ക്കാൻ നമ്മൾ മറന്നുപോകുന്നു. നമ്മൾ ലക്ഷ്യത്തെ നോക്കി നിൽക്കുന്നു, പക്ഷെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. എന്നാൽ വിജയം എന്നതൊരു ഡെസ്റ്റിനേഷനല്ല, അതൊരു ജേണിയാണ്. ഓരോ ദിവസവും നമ്മൾ വയ്ക്കുന്ന ചെറിയ ചുവടുകളാണ് ആ യാത്രയെ മനോഹരമാക്കുന്നതും അവസാനം നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതും.
അർജുൻ ആസ്വദിച്ചത് ആ യാത്രയായിരുന്നു. ഓരോ ദിവസത്തെയും ആ ഒരു മണിക്കൂറിനെ ആയിരുന്നു. അതിന്റെ ഫലമാണ് അവനിന്ന് അനുഭവിക്കുന്ന വിജയവും. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്തുമാകട്ടെ, ഒരു പുതിയ സ്കില്ല് പഠിക്കണോ, ശരീരഭാരം കുറയ്ക്കണോ, ഒരു ബിസിനസ് തുടങ്ങണോ, ദിവസവും അതിനായി ഒരു ചെറിയ സമയം മാറ്റിവെക്കുക. ഒരു തുടക്കക്കാരന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എന്താണോ അത് ചെയ്യുക. അതൊരു പേജ് വായിക്കുന്നതാകാം, 10 മിനിറ്റ് നടക്കുന്നതാകാം, നിങ്ങളുടെ ബിസിനസ് ഐഡിയയെക്കുറിച്ച് ഒരു വരി എഴുതുന്നതാകാം. ദ സൈസ് ഓഫ് ദ സ്റ്റെപ്പ് ഡസൻറ്റ് മാറ്റർ, ദ കൺസിസ്റ്റൻസി ഡസ്. ഈ ചെറിയ ചുവടുകളുടെ ശക്തിയെ പലപ്പോഴും നമ്മൾ വിലകുറച്ച് കാണാറുണ്ട്. കാരണം അതിന്റെ ഫലം പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ദിവസം ജിമ്മിൽ പോയാൽ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഒരു ദിവസം 1 മണിക്കൂർ ഒരു പുതിയ ഭാഷ പഠിച്ചാൽ നമ്മൾ ആ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങില്ല. ഈ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് പലരും പാതി വഴിയിൽ നിർത്തിപ്പോകുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ലോകത്താണ്. ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ ഭക്ഷണം വീട്ടിലെത്തും. ഒരു ക്ലിക്കിൽ നമുക്ക് സിനിമ കാണാം. ഈയൊരു വേഗത നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കുന്നു. പക്ഷേ അർത്ഥവത്തായ ഒരു മാറ്റത്തിനും യഥാർത്ഥ വിജയത്തിനും കുറുക്കുവഴികളില്ല. ഇവിടെയാണ് കൺസിസ്റ്റൻസിയുടെ ഏറ്റവും വലിയ രഹസ്യമൊളിഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്ക് ദ കോമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന് വിളിക്കാം. നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് പലിശ കിട്ടും. അടുത്ത വർഷം നിങ്ങളുടെ മുതലിനും ആ പലിശയ്ക്കും ചേർന്നാണ് പുതിയ പലിശ കണക്കാക്കുന്നത്. ഇതിനെയാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഇത് വളരെ ചെറിയൊരു തുകയായിരിക്കും. പക്ഷെ വർഷങ്ങൾ കഴിയുന്തോറും ഈ പലിശ വളർന്നു വളർന്ന് ഒരു വലിയ തുകയായി മാറും. എ സ്മോൾ സ്നോബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ ഗാദേഴ്സ് മോർ സ്നോ ആൻഡ് ബിക്കംസ് എ ജയന്റ് ആവലാഞ്ച്. ഇതുതന്നെയാണ് നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്ന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അർജുന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. അവന്റെ ആദ്യത്തെ 100 ചിത്രങ്ങൾ ഒരുപക്ഷെ അത്ര മികച്ചതായിരുന്നില്ല. പക്ഷെ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും അവൻ അറിയാതെ തന്നെ പുതിയ ടെക്നിക്കുകൾ പഠിക്കുകയായിരുന്നു. നിറങ്ങളെക്കുറിച്ച്, ഷേഡുകളെക്കുറിച്ച്, പ്രപ്പോഷനെക്കുറിച്ച്. അവന്റെ അറിവും കഴിവും ഓരോ ദിവസവും 1% വച്ച് മെച്ചപ്പെടുകയായിരുന്നു. 1% എന്നത് വളരെ ചെറുതായി തോന്നാം. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ ആ 1% 37 ഇരട്ടിയായി വളർന്നിട്ടുണ്ടാവും. ദാറ്റ്സ് ദ മാത്ത് ഓഫ് കോമ്പൗണ്ടിംഗ്. അതേസമയം ആനന്ദിന്റെ കഴിവ് അവനത് ഉപയോഗിക്കാതെ വെച്ചതുകൊണ്ട് മെച്ചപ്പെട്ടെന്നു മാത്രമല്ല, അത് പതിയെ പതിയെ കുറയുകയായിരുന്നു. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, അതാണ് പ്രകൃതിയുടെ നിയമം. നമ്മളൊരു ലക്ഷ്യം വെച്ച് സ്ഥിരമായി പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു പീഠഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതുപോലെയാണ്. ദ പ്ലാറ്റോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്നാണിതിനെ പറയുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ യാതൊരു പുരോഗതിയും പുറമേക്ക് കാണാൻ കഴിയില്ല. ഒരു മുളയുടെ വിത്ത് നട്ടാൽ ആദ്യത്തെ 4 വർഷത്തോളം മണ്ണിനു മുകളിൽ ഒന്നും കാണില്ല. പക്ഷെ മണ്ണിനടിയിൽ അതിന്റെ വേരുകൾ ശക്തിയായി പടരുകയായിരുന്നു. 5-ാമത്തെ വർഷം ആ മുള 6 ആഴ്ച കൊണ്ട് 90 അടി ഉയരത്തിലേക്ക് വളരും. പുറമേക്ക് കണ്ട ആ അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിൽ മണ്ണിനടിയിൽ നടന്ന 4 വർഷത്തെ നിശബ്ദമായ പ്രയത്നമുണ്ടായിരുന്നു. നമ്മളിൽ പലരും ആ 4 വർഷം കാത്തിരിക്കാൻ തയ്യാറല്ല. നമ്മൾ വിത്ത് നട്ട് പിറ്റേ ദിവസം തന്നെ ഫലം പ്രതീക്ഷിക്കുന്നു. ഫലം കാണാതെ വരുമ്പോൾ നമ്മൾ നിരാശരാവുന്നു. ഇതൊന്നും ശരിയാവില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് സ്വയം പറഞ്ഞ് ആ ശ്രമം ഉപേക്ഷിക്കുന്നു. നമ്മൾ ആ പീഠഭൂമിയിൽ വെച്ച് യാത്ര നിർത്തുന്നു. ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിലേക്കെത്താൻ വെറും കുറച്ചു ദൂരം മാത്രം ബാക്കിയുള്ളപ്പോൾ. ഓർക്കുക, നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും വെറുതെയാവില്ല. എവ്രി ആക്ഷൻ യു ടേക്ക് ഈസ് എ വോട്ട് ഫോർ ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വിഷ് ടു ബിക്കം. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ആരോഗ്യവാനായൊരു വ്യക്തിയാണ് എന്ന വിശ്വാസത്തിന് നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അറിവ് നേടുന്ന ഒരു വ്യക്തിയാണ് എന്നതിന് നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ബിസിനസ് പ്ലാൻ എഴുതുമ്പോൾ ഞാനൊരു സംരംഭകനാണ് എന്നതിന് നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. ഈ ചെറിയ വോട്ടുകൾ ചേർന്നാണ് നിങ്ങളുടെ ഐഡന്റിറ്റി അഥവാ വ്യക്തിത്വം രൂപം കൊള്ളുന്നത്. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക. പതിയെ പതിയെ നിങ്ങൾ ആ വ്യക്തിയായി മാറും. ഫോക്കസ് ഓൺ ദ സിസ്റ്റം, നോട്ട് ദ ഗോൾ. ലക്ഷ്യം എവിടെ എത്തണം എന്ന് നിങ്ങളെ കാണിച്ചു തരുന്നു. പക്ഷേ സിസ്റ്റം അഥവാ ചിട്ടയായ പ്രവർത്തനമാണ് നിങ്ങളെ അവിടെ എത്തിക്കുന്നത്. അർജുൻ ശ്രദ്ധിച്ചത് ലക്ഷ്യത്തിലായിരുന്നില്ല, അവൻ ശ്രദ്ധിച്ചത് അവന്റെ സിസ്റ്റത്തിലായിരുന്നു. ദിവസവും 1 മണിക്കൂർ വരയ്ക്കുക. ആ സിസ്റ്റം അവൻ മുടങ്ങാതെ പിന്തുടർന്നു. അതിന്റെ ഫലം ഒരു നാൾ അവനെ തേടിയെത്തി. ആനന്ദ് എപ്പോഴും ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു. പക്ഷെ അവിടെ എത്താനുള്ള ഒരു സിസ്റ്റം അവനുണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് അവൻ ഇന്ന് തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ സിസ്റ്റം എന്താണ്?
നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്ന ആ ചെറിയ പ്രവൃത്തി എന്താണ്? അത് കണ്ടെത്തുക. എന്നിട്ടത് ചെയ്യുക. നാളേക്ക് മാറ്റിവെക്കരുത്. മൂഡ് വരാൻ കാത്തിരിക്കരുത്. ജസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ. ഒരിക്കൽ നിങ്ങൾ ഈ സ്ഥിരതയുടെ താളം കണ്ടെത്തിയാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല. മോട്ടിവേഷൻ എന്നത് വന്നും പോയും ഇരിക്കുന്ന ഒരു തിരമാല പോലെയാണ്. പക്ഷേ കൺസിസ്റ്റൻസി എന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒഴുക്കാണ്. ആ ഒഴുക്കിൽ നിങ്ങളുടെ ലക്ഷ്യമാകുന്ന തീരത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ബട്ട് വൈ? എന്തുകൊണ്ടാണ് ഈ ചെറിയ സ്ഥിരമായ ചുവടുകൾക്ക് ഇത്രയധികം ശക്തി? എന്തുകൊണ്ടാണ് കഴിവുണ്ടായിട്ടും ആനന്ദിനെപ്പോലുള്ളവർ പിന്നോട്ടു പോകുമ്പോൾ സാധാരണക്കാരനായ അർജുൻ വിജയത്തിലേക്ക് കുതിക്കുന്നത്? ദ റീസൺ ഗോസ് മച്ച് ഡീപ്പർ ദാൻ ജസ്റ്റ് ഫോമിംഗ് ഹാബിറ്റ്സ്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ഇതിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമത്തേത്, ആത്മവിശ്വാസത്തിന്റെ നിർമ്മാണം, ദ ബിൽഡിംഗ് ഓഫ് സെൽഫ് ട്രസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നിങ്ങളുടെ സുഹൃത്തുക്കളോടോ, കുടുംബാംഗങ്ങളോടോ, പങ്കാളിയോടോ? അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്. യുവർ ഇന്നർ വോയിസ്. ആ സംഭാഷണം എങ്ങനെയാണ്? അത് പോസിറ്റീവാണോ, നെഗറ്റീവാണോ? എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ അലാം അടിക്കുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങുന്നു. ആ നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാക്ക് തെറ്റിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളാണ് ഞാൻ എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളൊരു സന്ദേശം നൽകുകയാണ്. എന്റെ തീരുമാനങ്ങൾക്ക് വിലയില്ല എന്ന് നിങ്ങൾ സ്വയം പഠിപ്പിക്കുകയാണ്. ഇത് ഒരു തവണ സംഭവിക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ഇത് ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പതിയെ പതിയെ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. സെൽഫ് ട്രസ്റ്റ് ഇറോഡ്സ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുക? നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ നേടുക? ഇവിടെയാണ് കൺസിസ്റ്റൻസി ഒരു രക്ഷകനായി വരുന്നത്. നിങ്ങളൊരു ചെറിയ ലക്ഷ്യം വെക്കുന്നു എന്ന് കരുതുക. ദിവസവും 10 മിനിറ്റ് നടക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചാലും, മഴ പെയ്താലും, മടി തോന്നിയാലും നിങ്ങൾ ആ 10 മിനിറ്റ് നടക്കുന്നു. നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കുന്നു. ആ പ്രവൃത്തി ചെറുതായിരിക്കാം, പക്ഷെ അതിന്റെ ഫലം വളരെ വലുതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ്, ഐ ആം എ പേഴ്സൺ ഹൂ കീപ്സ് മൈ പ്രോമിസസ്. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. ഓരോ തവണ നിങ്ങൾ ഈ പ്രവൃത്തി ആവർത്തിക്കുമ്പോഴും ആ വിശ്വാസം വളരുകയാണ്. ഇറ്റ്സ് ലൈക്ക് ബിൽഡിംഗ് എ മസിൽ. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ സെൽഫ് എസ്റ്റീമിന്റെ അടിത്തറ നിങ്ങൾ ഉറപ്പിക്കുകയാണ്. അർജുൻ എല്ലാ ദിവസവും വരച്ചപ്പോൾ അവൻ വരയ്ക്കാനുള്ള കഴിവ് മാത്രമല്ല വളർത്തിയത്, അവനിലുള്ള വിശ്വാസം കൂടിയാണ് വളർത്തിയത്. ഞാനൊരു ചിത്രകാരനാണ്, കാരണം ഞാൻ എല്ലാ ദിവസവും വരയ്ക്കുന്നു. ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു വിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചു. ആനന്ദിന് ആ വിശ്വാസമില്ലായിരുന്നു, കാരണം അവന്റെ പ്രവൃത്തികൾക്ക് സ്ഥിരതയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ അവന് സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായി വിശ്വസിക്കാനും കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാരണം, തീരുമാനങ്ങളുടെ ഭാരം കുറയ്ക്കുന്നു. റെഡ്യൂസിംഗ് ഡിസിഷൻ ഫെറ്റീഗ്. നമ്മുടെ മനസ്സിന് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന നല്ല തീരുമാനങ്ങൾക്കൊരു പരിധിയുണ്ട്. രാവിലെ എഴുന്നേൽക്കണോ വേണ്ടയോ, ഏത് ഡ്രസ്സ് ഇടണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കണം, ജോലിയിലെ ഏത് ടാസ്ക് ആദ്യം ചെയ്യണം, ഇങ്ങനെ നൂറുകണക്കിന് ചെറിയ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ മെന്റൽ എനർജി തീർന്നു പോകുന്നു. ഇതിനെയാണ് ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനുമുള്ള ഊർജ്ജം നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് തീർത്തുപോകുന്നു. എന്നാൽ ഒരു പ്രവൃത്തിക്ക് സ്ഥിരതയുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതൊരു ശീലമായി മാറുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഊർജ്ജം കളയേണ്ട ആവശ്യമില്ല. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി മാറും. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന കാര്യമാണോ? അല്ല, അതൊരു ശീലമാണ്. അതുപോലെ ഇന്ന് ജിമ്മിൽ പോകണോ വേണ്ടയോ എന്ന ചോദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകും. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് യു ഡു. അതൊരു നോൺ നെഗോഷ്യബിൾ പാർട്ട് ഓഫ് യുവർ ഡേ ആയി മാറും. ഇത് നിങ്ങളുടെ വിലപ്പെട്ട മാനസിക ഊർജ്ജം ലാഭിക്കാൻ സഹായിക്കുന്നു. ആ ഊർജ്ജം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ, പുതിയ ആശയങ്ങൾ കണ്ടെത്താനോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നല്ല സമയം ചെലവഴിക്കാനോ ഉപയോഗിക്കാം. അർജുനന്റെ ജീവിതത്തിൽ വരയ്ക്കണോ വേണ്ടയോ എന്നൊരു തീരുമാനമേയില്ലായിരുന്നു. ആ സമയം വന്നാൽ അവൻ വരയ്ക്കും, അത്രമാത്രം. പക്ഷെ ആനന്ദിന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഈ ചോദ്യത്തോടെയായിരുന്നു: ഇന്ന് വരയ്ക്കാനുള്ള മൂഡുണ്ടോ, ഇൻസ്പിറേഷനുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം അവന്റെ എത്രമാത്രം ഊർജ്ജമാണ് കവർന്നിരുന്നത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കുതിപ്പിന്റെ ശക്തി, ദ പവർ ഓഫ് മൊമെന്റം. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ തള്ളി നീക്കാൻ എത്രമാത്രം ശക്തി വേണം? ഒരുപാട്. പക്ഷെ അത് പതിയെ ചലിക്കാൻ തുടങ്ങിയാലോ? പിന്നെ അതിന്റെ വേഗത കൂട്ടാൻ അത്രയധികം ശക്തി ആവശ്യമില്ല. ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ സ്റ്റേയ്സ് ഇൻ മോഷൻ. ഇതാണ് മൊമെന്റത്തിന്റെ തത്വം. ശീലങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ഒരു പുതിയ കാര്യം തുടങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു യുദ്ധം തന്നെയായിരിക്കും. നമ്മുടെ പഴയ ശീലങ്ങളും മടിയും മനസ്സിലെ സംശയങ്ങളും നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ സ്ഥിരതയോടെ അതിനെ മറികടന്ന് മുന്നോട്ടു പോയാൽ പതിയെ പതിയെ ഒരു മൊമെന്റം രൂപപ്പെടാൻ തുടങ്ങും. ആ പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നിത്തുടങ്ങും. നിങ്ങൾക്കത് ചെയ്യാനൊരു പ്രത്യേക സന്തോഷം തോന്നിത്തുടങ്ങും.
ഈ മൊമെന്റം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ പ്രയാസമാണ്. ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുക. നിങ്ങളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് ചെറിയൊരു ഫലം കാണുന്നു, നിങ്ങൾക്ക് സന്തോഷവും പ്രചോദനവും തോന്നുന്നു, നിങ്ങൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നു. ഈ ചക്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൺസിസ്റ്റൻസി ക്രിയേറ്റ്സ് മൊമെന്റം, ആൻഡ് മൊമെന്റം മേക്സ് ദ ഇംപോസിബിൾ പോസിബിൾ. അസാധ്യമെന്ന് നിങ്ങൾ കരുതിയ ലക്ഷ്യങ്ങൾ പോലും ഈ കുതിപ്പിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥിരത ഒരു ചെറിയ സ്നോബോൾ പോലെയാണ്. അത് ഉരുട്ടി തുടങ്ങുകയാണ് പ്രയാസം. പക്ഷെ ഒരിക്കൽ അത് ഉരുണ്ടു തുടങ്ങിയാൽ അത് പോകുന്ന വഴിയിൽ കൂടുതൽ മഞ്ഞു പിടിച്ച് വലുതായി അവസാനം ഒരു ഭീമാകാരമായ ഹിമപാതമായി മാറും. അതിന്റെ വഴി തടയുന്ന എന്തിനേയും അത് തട്ടിമാറ്റി മുന്നോട്ട് കുതിക്കും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി എപ്പോഴും വിജയിക്കുന്നത്. അത് നിങ്ങളുടെ വ്യക്തിത്വം നിർമ്മിക്കുന്നു, നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുന്നു, തടയാനാവാത്തൊരു കുതിപ്പ് നിങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ തോന്നുന്നുണ്ടാവാം, ഇതെല്ലാം കേൾക്കാൻ നല്ലതാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കും? എനിക്ക് സ്ഥിരതയോടെ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു സാധാരണമായ സംശയമാണ്. സ്ഥിരത വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ചില വഴികളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇത് അർജുൻ അവന്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ പ്രയോഗിച്ച വഴികളാണ്. ഒന്നാമത്തെ വഴി, സ്റ്റാർട്ട് റിഡിക്യുലസ്ലി സ്മോൾ. അതായത്, വിശ്വസിക്കാൻ കഴിയാത്ത അത്ര ചെറുതായി തുടങ്ങുക. നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതാണ്. നാളത്തെ മുതൽ ഞാൻ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യും, ഞാൻ ദിവസവും 50 പേജ് വായിക്കും. ഈ ലക്ഷ്യങ്ങൾ നല്ലതാണ്. പക്ഷെ നമ്മുടെ മനസ്സിന് പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങളോട് ഒരുതരം പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 1-2 ദിവസം ഇത് ചെയ്തിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ ഏറ്റവും ചെറിയ, നിങ്ങൾക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായി ചുരുക്കുക. ഇതിനെ 2 മിനിറ്റ് റൂൾ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്തുതന്നെ ആയാലും അതിന്റെ ഏറ്റവും ചെറിയ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പതിപ്പ് കണ്ടെത്തുക. ദിവസവും പുസ്തകം വായിക്കുക എന്നതിനു പകരം ദിവസവും 1 പേജ് വായിക്കുക എന്നാക്കുക. ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യുക എന്നതിനു പകരം എന്റെ ജിം ഷൂസ് എടുത്തിടുക എന്നാക്കുക. ദിവസവും 1 മണിക്കൂർ വരയ്ക്കുക എന്നതിനു പകരം പെൻസിലും പേപ്പറും എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുക എന്നാക്കുക. ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷെ ഇതിന്റെ പിന്നിലെ സൈക്കോളജി വളരെ ശക്തമാണ്. ഒരു പ്രവൃത്തി തുടങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വൺസ് യു സ്റ്റാർട്ട്, ഇറ്റ്സ് ഈസിയർ ടു കണ്ടിന്യൂ. നിങ്ങൾ പുസ്തകമെടുത്ത് 1 പേജ് വായിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നിങ്ങൾ 10 പേജ് വായിച്ചെന്നിരിക്കും. നിങ്ങൾ ജിം ഷൂസ് ഇട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നടക്കാൻ പോയെന്നിരിക്കും. ദ ഗോൾ ഈസ് നോട്ട് ടു അച്ചീവ് ദ ടാർഗറ്റ് ഇൻ 1 ഡേ. ദ ഗോൾ ഈസ് ടു ബിൽഡ് ദ ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. എല്ലാ ദിവസവും കൃത്യമായി ആ ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥിരത എന്ന ശീലം വളർത്തുകയാണ്. ആ ശീലം വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പതിയെ സമയം കൂട്ടിക്കൊണ്ടുവരാം. രണ്ടാമത്തെ വഴി, നെവർ മിസ് ട്വൈസ്. അതായത്, ഒരിക്കലും തുടർച്ചയായി 2 തവണ മുടക്കരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് അസുഖങ്ങൾ വരും, തിരക്കുകൾ വരും, ചിലപ്പോൾ വല്ലാത്ത മടി തോന്നും. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളുടെ ശീലം മുടങ്ങിപ്പോകുന്നത് ഒരു വലിയ തെറ്റല്ല. ഇറ്റ്സ് ഓക്കെ. ദ പ്രോബ്ലം ഈസ് നോട്ട് മിസ്സിംഗ് വൺസ്. ദ പ്രോബ്ലം സ്റ്റാർട്ട്സ് വെൻ യു മിസ് ട്വൈസ് ഇൻ എ റോ. ഒരു ദിവസം മുടങ്ങിയാൽ അതൊരു എക്സെപ്ഷനാണ്, ഒരു അപവാദമാണ്. പക്ഷെ തുടർച്ചയായി 2 ദിവസം മുടങ്ങിയാൽ അതൊരു പുതിയ ശീലത്തിന്റെ തുടക്കമാണ്. ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ നെഗറ്റീവ് ഹാബിറ്റ്. നിങ്ങൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് എന്തു സംഭവിച്ചാലും ഒരു ദിവസം നിങ്ങളുടെ റുട്ടീൻ മുടങ്ങിയാൽ പിറ്റേ ദിവസം നിർബന്ധമായും അത് ചെയ്തിരിക്കണം, എത്ര ചെറുതായിട്ടാണെങ്കിലും. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വെച്ച് 5 പുഷപ്പ് എടുക്കുക. നിങ്ങൾക്ക് 1 മണിക്കൂർ എഴുതാൻ പറ്റിയില്ലെങ്കിൽ 1 വരിയെങ്കിലും എഴുതുക. ദ ഗോൾ ഈസ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് ഇമ്മീഡിയറ്റ്ലി. വിജയികളും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. വിജയികൾക്കും ഓസച്ചികൾ സംഭവിക്കും, പക്ഷെ അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു ട്രാക്കിലേക്ക് വരും. അവർ ഒരു തെറ്റിനെ ഒരു പരാജയമായി കാണുന്നില്ല. അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നു. മൂന്നാമത്തെ വഴി, ഫോക്കസ് ഓൺ ദ ജേർണി, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. യാത്രയിൽ ശ്രദ്ധിക്കുക, ലക്ഷ്യത്തിലല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫലങ്ങൾ കാണാൻ സമയമെടുക്കും. നിങ്ങൾ എപ്പോഴും ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടേക്കെത്താൻ ഒരുപാട് ദൂരമുണ്ടെന്ന് കണ്ട് നിങ്ങൾ നിരാശനാകും. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ആ പ്രോസസ്സിൽ, ആ സിസ്റ്റത്തിൽ കേന്ദ്രീകരിക്കുക. ഇന്നു ചെയ്യേണ്ട ആ ചെറിയ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം ഭംഗിയായി പൂർത്തിയാക്കുക. നാളത്തെ കാര്യം നാളെ നോക്കാം. ഇന്നു ഞാൻ എന്റെ 10 മിനിറ്റ് നടന്നു. ഇന്നു ഞാൻ എന്റെ 1 പേജ് വായിച്ചു.
ഈ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക, ഈ പ്രോസസ്സിനെ സ്നേഹിക്കുക. ലക്ഷ്യമെന്നതൊരു കോമ്പസ് പോലെയാണ്. അത് നിങ്ങൾക്ക് ദിശ കാണിച്ചു തരും. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ആ കോമ്പസിൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിലുള്ള വഴി നിങ്ങൾ കാണാതെ പോകും, നിങ്ങൾ തട്ടിവീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് കോമ്പസ് നോക്കി ദിശ ഉറപ്പുവരുത്തുക, എന്നിട്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അടുത്ത ചുവടുവയ്ക്കുന്നതിൽ കൊടുക്കുക. ഈ 3 വഴികൾ സ്റ്റാർട്ട് സ്മോൾ, നെവർ മിസ് ട്വൈസ് ആൻഡ് ഫോക്കസ് ഓൺ ദ പ്രോസസ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ അത്ഭുതകരമായി സഹായിക്കും. ഓർക്കുക, കഴിവ് നിങ്ങൾക്കൊരു തുടക്കം തരും, മോട്ടിവേഷൻ നിങ്ങൾക്കൊരു തള്ളിച്ച തരും. പക്ഷെ സ്ഥിരത മാത്രമാണ് നിങ്ങളെ ഫിനിഷിംഗ് ലൈൻ കടത്തുന്നത്. യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. തുടങ്ങുക, എത്ര ചെറുതാണെങ്കിലും, എന്നിട്ടത് ആവർത്തിക്കുക. നാളെ, മറ്റന്നാൾ, എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്കു തന്നെ കാണാൻ കഴിയും. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തീവ്രതയും സ്ഥിരതയും തമ്മിലുള്ള വ്യത്യാസം, കഴിവുണ്ടായിട്ടും പിന്നോട്ടു പോയ ആനന്ദിന്റെയും സാധാരണക്കാരനായിട്ടും വിജയം നേടിയ അർജുന്റെയും കഥ, കോമ്പൗണ്ട് ഇഫക്റ്റിന്റെ അത്ഭുത ശക്തി, സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാനസികമായ മാറ്റങ്ങൾ. ഇപ്പോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. മോട്ടിവേഷന് ഒരു വിലയില്ലേ? പ്രചോദനം ഒട്ടും ആവശ്യമല്ലേ? അങ്ങനെയല്ല. മോട്ടിവേഷൻ ഈസ് ദ സ്പാർക്ക് ദാറ്റ് ലൈറ്റ്സ് ദ ഫയർ. അത് തീർച്ചയായും ആവശ്യമാണ്. ഒരു പുതിയ യാത്ര തുടങ്ങാൻ, ഒരു പുതിയ ലക്ഷ്യം വയ്ക്കാൻ, ആ ആദ്യത്തെ ചുവട് വയ്ക്കാൻ നമുക്കൊരു പ്രചോദനം വേണം. അതൊരു പുസ്തകത്തിൽ നിന്നാകാം, ഒരു സിനിമയിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നാകാം. ആനന്ദിന് വരയ്ക്കാനുള്ള പ്രചോദനം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ആ തീ കത്തിപ്പടരാൻ അവൻ അനുവദിച്ചില്ല. കൺസിസ്റ്റൻസി ഈസ് ദ ഫ്യൂവൽ ദാറ്റ് കീപ്സ് ദ ഫയർ ബേണിംഗ്. സ്ഥിരതയാണ് ആ തീ അണഞ്ഞുപോകാതെ സൂക്ഷിക്കുന്ന ഇന്ധനം. മോട്ടിവേഷൻ നിങ്ങളുടെ വൈകാരികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നും, ചിലപ്പോൾ തോന്നില്ല. ഇറ്റ്സ് അൺറിലയബിൾ. എന്നാൽ കൺസിസ്റ്റൻസി എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്, എ കോൺഷ്യസ് ചോയ്സ്. എനിക്ക് മൂഡില്ലെങ്കിലും, എനിക്ക് മടിയാണെങ്കിലും ഞാനിത് ചെയ്യും എന്ന തീരുമാനം. അത് നിങ്ങളുടെ വികാരങ്ങളെ ആശ്രയിച്ചല്ല, നിങ്ങളുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒരു കർഷകൻ എല്ലാ ദിവസവും രാവിലെ വയലിൽ പോകുന്നത് അയാൾക്ക് എല്ലാ ദിവസവും മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണോ? അല്ല. അതയാളുടെ ജോലിയാണ്, അതയാളുടെ ശീലമാണ്, അതയാളുടെ പ്രതിബദ്ധതയാണ്. മഴ പെയ്താലും വെയിലായാലും അയാൾ വയലിലുണ്ടാകും. കാരണം അയാൾക്കറിയാം, ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ചെറിയ ജോലിയാണ് നാളത്തെ വലിയ വിളവെടുപ്പിന്റെ അടിസ്ഥാനമെന്ന്. നമ്മളും ആ കർഷകനെപ്പോലെ ആകണം. നമ്മുടെ ജീവിതമാകുന്ന വയലിൽ എല്ലാ ദിവസവും സ്ഥിരതയോടെ അധ്വാനിക്കണം. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിതയ്ക്കുക, നനയ്ക്കുക, പരിപാലിക്കുക. കാലം വരുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ആ വിളവെടുപ്പിന്റെ സമയം വരും. നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയൊരു വിജയം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതെന്തുമാകട്ടെ. എന്നിട്ട് അത് നേടാനായി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു പ്രവൃത്തി കണ്ടെത്തുക. ആ 2 മിനിറ്റ് പ്രവൃത്തി. എന്നിട്ട് അത് ഇന്ന് തന്നെ തുടങ്ങുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ. നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണോ? 1 വരിയെങ്കിലും എഴുതുക. നിങ്ങൾ ആരോഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നുവോ? 5 തവണ സ്റ്റെയർകേസ് കയറിയിറങ്ങുക. നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ആ ഭാഷയിലെ 5 വാക്കുകൾ ഇന്ന് പഠിക്കുക. സ്റ്റാർട്ട്. ആൻഡ് ദെൻ റിപ്പീറ്റ് ഇറ്റ് ടുമോറോ ആൻഡ് ദ ഡേ ആഫ്റ്റർ ദാറ്റ്. ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നത്. വലിയ കുതിച്ചുചാട്ടങ്ങളല്ല, ചെറിയ സ്ഥിരമായ ചുവടുകളാണ് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത്. ദ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ആ ആദ്യത്തെ ചുവട് വയ്ക്കാനുള്ള ധൈര്യം കാണിക്കുക. ആ യാത്ര തുടരാനുള്ള സ്ഥിരത കാണിക്കുക. വിജയം നിങ്ങളെ തേടിവരും. കാരണം അവസാനം എപ്പോഴും വിജയിക്കുന്നത് സ്ഥിരതയാണ്. കൺസിസ്റ്റൻസി ഓൾവേസ് വിൻസ്. ഈ ചിന്തകൾ നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കൺസിസ്റ്റൻസിയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കും പറയാൻ കഥകളുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്ക് അതൊരു വലിയ പ്രചോദനമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി അംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരണം ഈയൊരു ആശയം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവന്നേക്കാം. നമ്മുടെ ഈ യാത്രയിൽ തുടർന്നും ഭാഗമാകാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.